നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ ചെയ്തു വരുമ്പോൾ മദീനയുടെ അതിർത്തിയിലെത്തിയ സഹാബത്തിനോട് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ആദ്യമായി പറഞ്ഞ ഉപദേശം ഏതെന്നറിയുമോ? അഫ്ശുസ്സലാം വഅതിമുത് തആം വസല്ലൂ ബില്ലൈലി വന്നാസു നിയാം. ഹബീബായ പ്രവാചകൻ അവിടുന്ന് മദീനയിലേക്ക് കടന്നു വന്നിട്ട് ആദ്യമായ സഹാബത്തിനോട് മദീന നിവാസികളോട് പറഞ്ഞു കൊടുക്കുകയാ, അഫ്ശുസ്സലാം, നിങ്ങൾ പരസ്പരം സലാം പറയണേ, പരസ്പരം നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കണേ. വഅതിമുത് തആം, മറ്റുള്ളവർക്ക് നിങ്ങൾ ഭക്ഷണം നൽകുകയും ചെയ്യണേ. മറ്റുള്ളവരുടെ വിശപ്പകറ്റുന്നതിനു വേണ്ടി പാവപ്പെട്ടവൻ ഒരു നേരത്തെ അഷ്ടിക്കുകയില്ലാതെ പ്രയാസപ്പെടുമ്പോ സുഭിക്ഷമായുള്ള ഭക്ഷണം നിനക്കുണ്ടെങ്കിൽ ആ പാവപ്പെട്ടവന്റെ വയറ് നിറയ്ക്കാൻ, അവന്റെ വിശപ്പൊന്നു മാറുന്നതിനു വേണ്ടി നിന്നാൽ കഴിയുന്ന രീതിയിൽ അവനക്ക് നീ ഭക്ഷണം നൽകണേ. തദ്ഖുലുൽ ജന്നത ബിസ്സലാം, അതിനു പകരമായി അല്ലാഹു നിനക്ക് നൽകുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അത് പരിശുദ്ധമായ സ്വർഗ്ഗലോകമാണ്. അത് പരിശുദ്ധമായ സ്വർഗ്ഗലോകമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്തുകൊണ്ടാണ് അല്ലാഹു ഇബ്രാഹിം നബിയെ ഖലീലാക്കിയതെന്നറിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവനക്ക് ഇഷ്ടപ്പെട്ടവനാക്കി ഇബ്രാഹിം നബിയെ ഖലീലാക്കി മാറ്റിയതിന്റെ കാരണം എന്തെന്നറിയുമോ? തഫ്സീർ ഇബ്നു കസീറിൽ കാണാം, മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോ ഒരു പാവപ്പെട്ടവനെ കൂടെ തന്റെ കൂടെ വിളിക്കുമായിരുന്നു. എല്ലാ ദിവസവും ഏത് സമയത്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും നാട്ടിലിറങ്ങിയിട്ട് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനെ തന്റെ ഭക്ഷണ തളികയിലേക്ക് കൊണ്ടുവന്ന് ആ മനുഷ്യനോടൊപ്പമായിരിക്കും ഇബ്രാഹിം നബി ഭക്ഷണം കഴിക്കുക. എപ്പോഴുമുള്ള പതിവാണ്. അങ്ങനെ ഒരു ദിവസം അതാ ഒരു ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി, കൊടുക്കുന്നതിന് വേണ്ടി ഒരു മനുഷ്യൻ അന്വേഷിച്ചുകൊണ്ട് നാട്ടിലേക്ക് പോകുകയാണ്. കുറെ തിരഞ്ഞു നടന്നിട്ടും ആളെ കിട്ടിയില്ല, കുറെ ചുറ്റി നടന്നിട്ടും ആളെ കിട്ടിയില്ല. അവസാനം നിരാശനായി തന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ അതാ വീട്ടിന്റെ ഉള്ളിൽ ഒരു ചെറുപ്പക്കാരനെ കാണുകയാണ്, വീടിന്റെ ഉള്ളിൽ ഒരു മനുഷ്യനെ കാണുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്നു, അമാ അദ്ഖലക ദാരി ബിഗൈരി ഇദ്നി, എന്റെ അനുവാദമില്ലാതെ, വീട്ടുകാരനായ എന്റെ അനുവാദമില്ലാതെ എന്തിനാണ് താങ്കൾ എന്റെ വീട്ടിൽ പ്രവേശിച്ചത്? എന്റെ അനുവാദമില്ലാതെ. അമാ അദ്ഖലക ദാരി ബിഗൈരി ഇദ്നി, എന്ത് കണ്ടിട്ടാണ് എന്റെ വീട്ടിന്റെ ഉള്ളിലോട്ട് കയറിയത്? ആ മനുഷ്യൻ പറയുകയാണ്, അദ്ഖൽതുഹാ ബിഇദ്നി റബ്ബിഹാ, ഈ വീടിന്റെ ഉടമസ്ഥനായ രക്ഷിതാവിന്റെ അനുവാദം മേടിച്ചിട്ടാണ്, ആ റബ്ബിന്റെ അനുവാദമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീട്ടിൽ കയറിയത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മനസ്സിലായി വന്നിരിക്കുന്ന ആൾ സാധാരണക്കാരനല്ല, സാധാരണക്കാരനായ ഒരു മനുഷ്യനല്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുകയാണ്, മന്നെന്താ, താങ്കൾ ആരാണ്? ആരാണ് താങ്കൾ? ആരാണ്? എന്റെ വീട്ടിലേക്ക് കടന്നു വന്നത് എന്തിനാണ്? ആ സമയത്ത് ആ മനുഷ്യൻ പറയുകയാണ്, അന മലക്കുൽ മൗത്ത്, ഞാൻ അസ്റായീലാണ്, ഞാൻ അസ്റായീലാണ് അലൈഹിസ്സലാത്തു വസ്സലാം. അർസലനി റബ്ബി ഇലാ അബ്ദിൻ മിൻ ഇബാദിഹി ഉബശ്ശിറുഹു ബിഅന്ന അല്ലാഹ ഖദ് ഇത്തഖദഹു ഖലീലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളിൽപ്പെട്ട ഒരു മനുഷ്യന്റെ അടുക്കലേക്ക് എന്നെ പറഞ്ഞു വിട്ടതാണ്. അവന്റെ അടിമകളിൽപ്പെട്ട ഒരു അടിമയിലേക്ക് എന്നെ പറഞ്ഞു വിട്ടതാണ്. ഉബശ്ശിറുഹു ബിഅന്ന അല്ലാഹ ഖദ് ഇത്തഖദഹു ഖലീലാ.
അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനെ അവന്റെ ഖലീലാക്കി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത അറിയിക്കുന്നതിനു വേണ്ടി എന്നെ അല്ലാഹു ആ മനുഷ്യന്റെ അടുക്കലേക്ക് പറഞ്ഞു വിട്ടതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുകയാണ്, അസ്റായീലിനോട് ചോദിക്കുന്നു, അസ്റായീൽ മൻ ഹുവ, അതാരാണെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരുമോ? അല്ലാഹു ഖലീലാക്കി തിരഞ്ഞെടുത്ത ആ സൗഭാഗ്യവാനായ മനുഷ്യനാരെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരുമോ? ഇന്ന ഖബറതനി ബിഹി ثم كان بأقصى البلاد لآتينه. അല്ലാഹു ഖലീലാക്കി തിരഞ്ഞെടുത്ത ആ സൗഭാഗ്യവാനായ മനുഷ്യനെ എനിക്കൊന്ന് അറിയിച്ചു തരുമോ? ثم كان بأقصى البلاد لآتينه. ആ മനുഷ്യൻ എവിടെയാണെങ്കിലും എത്ര വിദൂരത്താണെങ്കിലും ഞാൻ ആ മനുഷ്യനെ കണ്ടെത്തിക്കൊള്ളാം, ആ മനുഷ്യന്റെ അടുക്കലേക്ക് യാത്ര ചെയ്തു കൊള്ളാം. എന്നിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് മരണം വരാൻ താമസിക്കും. അസ്റായീൽ, മഹാനായ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ദാലികൽ അബ്ദു അന്താ. ഇബ്രാഹിം നബിയെ ആരെന്നറിയുമോ? അല്ലാഹു ഖലീലാക്കി തിരഞ്ഞെടുത്ത ആ സൗഭാഗ്യവാനായ മനുഷ്യനാരെന്നറിയുമോ? ദാലികൽ അബ്ദു അന്താ, അത് താങ്കളാണ് ഇബ്രാഹിമേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വല്ലാത്ത സന്തോഷമായി, വല്ലാത്തൊരു സൗഭാഗ്യമാണ്, വല്ലാത്തൊരു സൗഭാഗ്യമാണ്. ഇബ്രാഹിം നബി ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് അല്ലാഹു എന്നെ തിരഞ്ഞെടുത്തത്? എന്തുകൊണ്ടാണ് അല്ലാഹു എന്നെ ഖലീലാക്കി തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? അസ്റായീൽ, ഫഇന്നക തുഅതിന്നാസ വലാ തസ്അലുഹും. എന്തുകൊണ്ടെന്നറിയുമോ? ഫഇന്നക തുഅതിന്നാസ്. ഇബ്രാഹിം നബിയെ, അങ്ങ് ജനങ്ങൾക്ക് ധാരാളമായി കൊടുക്കുന്ന മനുഷ്യനല്ലേ? എപ്പോഴും അങ്ങ് മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകുന്ന ആളല്ലേ? ഒരാള് കൂടെയില്ലാതെ അങ്ങ് ഭക്ഷണം കഴിക്കാറില്ലല്ലോ. ഒരു പാവപ്പെട്ടവനായ മനുഷ്യനെ കൂടെ ഇരുത്തി അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തിട്ടല്ലാതെ താങ്കൾ ഭക്ഷണം കഴിക്കാറില്ലല്ലോ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ അടിമകളായ മനുഷ്യരെ പരിഗണിച്ചതിന്റെ പേരിലാണ്, അവന്റെ വിശപ്പകറ്റുന്നതിനു വേണ്ടി ഒരു നേരത്തെ ഭക്ഷണം നൽകുന്നതിന്റെ പേരിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേ ഖലീലാക്കി തിരഞ്ഞെടുത്തതെന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് പടച്ച തമ്പുരാന്റെ സ്നേഹം വേണോ? അല്ലാഹുവിന്റെ സ്നേഹം വേണോ? ഹബീബായ പ്രവാചകൻ എവിടെന്ന് പറയുകയാണ്, അല്ലാഹുവിന് ഏറ്റവും സന്തോഷമുളവാക്കുന്ന പ്രവർത്തനം ഏതെന്നറിയുമോ? പടച്ച തമ്പുരാൻ ഏറ്റവും സന്തോഷമുണ്ടാകുന്ന പ്രവർത്തനം ഏതെന്നറിയുമോ? അത് പടച്ചവന്റെ അടിമകളായ മനുഷ്യരെ സഹായിക്കലാണ്, ആ മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കലാണ്. ഒരു പാവപ്പെട്ടവൻ ഒരു നേരത്തെ ഭക്ഷണത്തിനു വകയില്ലാതെ വല്ലാതെ പ്രയാസപ്പെടുമ്പോ നിന്റെ കയ്യിൽ ഭക്ഷണമുണ്ട്, നിന്റെ കയ്യിൽ പണമുണ്ട്, ആ പാവപ്പെട്ടവൻ ഒരു നേരത്തെ ഭക്ഷണം നൽകി കഴിഞ്ഞാൽ അതിലൂടെ പടച്ചവന്റെ തൃപ്തി നിനക്ക് ലഭിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്.